സൗന്ദര്യം വേണമെങ്കിൽ ഈ ഒരൊറ്റ ടിപ്പ് മതി. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പം നമ്മളിന്ന് ഒരു പാവക്ക കിച്ചടി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഓണൊക്കെ ആയതല്ലേ, അപ്പോൾ എല്ലാവർക്കും അറിയിക്കാനും അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് കാണി നമ്മൾ നല്ലൊരു രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ വണ്ണം കുറഞ്ഞ പാവക്ക എടുക്കട്ടെ. കൈപ്പങ്ങ വണ്ണം കുറഞ്ഞ കൈപ്പങ്ങ ഉണ്ടെങ്കിൽ വാങ്ങുമ്പോൾ അങ്ങനെ വാങ്ങിയാൽ മതി ഈ കിച്ചടി ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളത് ഒരു 1.5 പാവക്ക എടുത്തുകണിട്ടത്. അപ്പം വണ്ണം കുറഞ്ഞ ഭാഗം നോക്കിയാണ് നമ്മൾ എടുത്തതാണ്. അപ്പോൾ അതിലൊരു ലേശം ഉപ്പിട്ട് കാണ്ട് ഒന്നുണ്ട് കുഴച്ച് വെക്കാം. നമുക്ക് ഉപ്പൊന്ന് പിന്നെ അതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇത് ഒന്ന് നമ്മൾ കുഴച്ച് വെക്കുകയാണ്. അപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു 6 മിനിറ്റ് 10 മിനിറ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പിന്നെ അതിക്ക് 2 പച്ചമുളക് അതേപോലെ ഒന്ന് കട്ടി കുറച്ചുണ്ട് അരിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ എരിവ് അത്യാവശ്യം എരിവുള്ള പച്ചടി തന്നെയാണ്, അല്ല പച്ചമുളക് തന്നെയാണ്. അപ്പോൾ അതാ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചുകാണ്ട്, ഒരു ഫ്രൈ പാൻ ചട്ടി ഉണ്ടെങ്കിൽ അത് അടുപ്പത്ത് വെച്ചാൽ മതി. അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചുകാണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് സപ്പോർട്ട് ചെയ്യാനും ആ ബെല്ലൈക്കൻ്റെ ഓളം കൂടി ഒന്ന് പ്രസ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അത് 2 വാക്കാക്കി പിന്നെ ഇടാനുണ്ടായിട്ടോ നമുക്കിത്. അപ്പോൾ ഈ കണ്ടിട്ട് കൊടുത്തുകാണ്ട്, അപ്പോൾ മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകാണ്ടാണ് മുരിഞ്ഞെടുക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളം ഊറി വരും. അപ്പോൾ അത് പിന്നെ ഇതിക്ക് ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് പിന്നെ ആണിനനുസരിച്ച് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ സദ്യക്ക് പിന്നെ ഒരു കൂട്ടാൻ ഇതാണല്ലോ. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് കാണ്ട് നമ്മളാൾക്കാർക്കൊന്നും ചിലവർക്ക് അറിയില്ലേക്കാരം. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു കൂട്ടാനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടി അറിയാത്തവരൊക്കെ. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് 2 വാക്കാക്കി ഞാൻ എടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ വെള്ളം അത് ഒഴിവാക്കരുത് കേട്ടോ. ഒഴിവാക്കാതെ നമ്മൾ അതിന് നേരെ ഒരു ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ലേശം ചോറിട്ട് കാണ്ടി നമ്മൾ തിന്നിട്ടുണ്ടെങ്കിൽ നല്ല സൗന്ദര്യം ഉണ്ടാവാൻ ഏറ്റവും നല്ല ഒരു ടിപ്പാണിട്ടത്. അപ്പോൾ അങ്ങനെ പാവക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നുകാണ്ട് ഉണ്ടാക്കി നോക്കണം. എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിൻ്റെ ആ നീരിങ്ങനെ വരുന്നത് അതിങ്ങനെ എങ്ങനെയെങ്കിലും നമ്മൾ വയറ്റിലാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സൗന്ദര്യം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇരുമ്പുസത്തൊക്കെ കൂടുതലുള്ളതാണല്ലോ കയ്പ്പങ്ങക്ക്. അപ്പോൾ ചിലരൊന്നും ഈ കയ്പ്പ് പേടിച്ചിട്ട് കൊണ്ടുപോയില്ല. അപ്പോൾ ഇത് ഒഴിവാക്കണേക്കാളും നല്ലത് അത് കുടിക്കാൻ പെട്ടെന്ന് കഴിയൂല. അപ്പോൾ ലേശം വറ്റിട്ട് കാണ്ട് അതിലൊന്ന് കഴിച്ച് കാണ്ട് അന്ന് കഴിച്ചാൽ മതിയിട്ടത്. അപ്പോൾ ഞാനങ്ങനെ കാട്ടിൽ. അപ്പോൾ എനിക്ക് കയ്പ്പങ്ങയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടെ. കയ്പ്പങ്ങ എങ്ങനെ ഉണ്ടാക്കിയാലും എനിക്കിഷ്ടമാണ്. എനിക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മുറി തേങ്ങ അതിൻ്റെ അടിയൊക്കെ ബാക്കിയുള്ളൂ. അപ്പോൾ അത് നമ്മൾ മിക്സിൻ്റെ ജാർക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതിക്കൊരു 1/2 സ്പൂണ് നല്ല ജീരകം ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ലേശം കടുക് അതിക്ക് വേണം. അപ്പോൾ അത് കടുക് അച്ചൽ കിട്ടാൽ അത് അരിഞ്ഞ് കിട്ടില്ല, അച്ചൽ കൈ തന്നെ കിടക്കുകയാരം. അപ്പോൾ നമുക്ക് ഒന്ന് പൊടിച്ചുകാണ്ട് ഒന്ന് ചതച്ചുകാണ്ട് ഇട്ട് കൊടുക്കട്ടത്. അപ്പോൾ 1 സ്പൂണ് കടുക് നമ്മൾ ഇടിയോറിലിട്ടുകാണ്ട് ഒന്ന് ചതച്ചുകാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓണമൊക്കെ ആയല്ലോ, ഓണവും നബിദിനും ഒക്കെ തലേന്നും പിറ്റേന്നും ആയിട്ടാണ്. എല്ലാവരും നല്ല സന്തോഷത്തിൻ്റെ നാളുകളാണ്. ആ സന്തോഷം നിലനിൽക്കട്ടെ. ഒരു ആപത്തും മുസീബത്തും ഒന്നും വരുത്തരുതേ പഠിച്ചോനേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ വെക്കേഷനും ഓണമായതുകൊണ്ട് വെക്കേഷനാണ്. അപ്പോൾ മദ്രസ പോണ കുട്ടികൾക്ക് അതും ഒരു കാര്യമായി. അപ്പോൾ അത് നല്ല ഫ്രൈ ആയിക്കണം കേട്ടത്. അപ്പം നമ്മൾ ഒരു അരുക്കണ്ട് ആക്കി വെച്ചിക്കാണ്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ചങ്ങോട്ട് എടുത്ത് വെച്ചിക്കണേ നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് നല്ല അരിഞ്ഞിട്ടില്ല, ഒരു പിന്നെ ഇതിലുമാതിരി ചതച്ചിനെക്കാട്ടി ഒന്നും കൂടി അരിഞ്ഞ് ചെയ്തിക്കണേ, പറ്റണ്ട അരവായിട്ടില്ല. അങ്ങനെ ഇട്ടത് അതിൻ്റെത്. അപ്പോൾ നമ്മൾ അതിക്ക് ഇതിലേക്ക് ഇട്ടെടുത്തുകാണ്ട് ഒന്നുണ്ട് നന്നായി എണ്ണുണ്ട് ഇളക്കി യോജിപ്പിക്കേണ്ടത്. അപ്പോൾ ഒന്ന് ചെറിയ തുള്ളാൻ വരുമ്പോൾ നമുക്കൊന്ന് വാങ്ങി വെക്കാം. അപ്പോൾ ഉപ്പ് പോരായുണ്ടെങ്കിൽ ഉപ്പ് നമ്മൾ പാവക്കയിൽ ഇട്ടതാണ്. അപ്പോൾ ഉപ്പ് പോരായില്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഒരു പിന്നെ കുറച്ച് കണ്ടിട്ടുണ്ട് ഇത് തൈര്, ഒരു ബൗൾ നിറച്ച് തൈരുണ്ട്. അത് നല്ല ഉടച്ചുകാണ്ട് നല്ല കട്ടി തൈരാണ്. അത് അയക്കണ്ട് ഒഴിച്ച് കൊടുക്കുക. ചൂടാറിൻ്റെ ശേഷം ഒഴിച്ചാൽ മതി, അല്ല ഞാൻ പിരിഞ്ഞു പോയിക്കാരോ. എന്നിട്ട് അങ്ങനെ നമ്മളിതാ മഞ്ചട്ടി കണ്ട് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ അത് വരൽ.
അപ്പം നമുക്ക് അതിക്ക് വറവുണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഇന്നേനാണ്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ആർക്കെങ്കിലും ഉപകാരത്തിൽപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിക്കാണ്ട് ഒരുവിധ ആൾക്കാർക്ക് ഉണ്ടാക്കേണ്ടതാണ് ഇക്കാരം, ഉണ്ടാക്കാത്തോലും അറിയാത്തോലും ഒക്കെ ഉണ്ടാവും ഇക്കാരം. അപ്പോൾ അതാ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് കടുക് ഇട്ട് കൊടുക്കണേ. ഇനി ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കട്ടോ. ഒന്ന് നല്ലോണം പൊട്ടി വന്നതിൻ്റെ ശേഷം അപ്പോൾ കുറച്ച് കറിവേപ്പില നമുക്ക് കണ്ടിട്ട് കൊടുക്കുക. അതിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ അത് നല്ലോണം മൂത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിൽ കണ്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ചട്ടി ഓഫാക്കിക്കണം കേട്ടോ. അപ്പോൾ അത് ഇങ്ങോട്ട് എടുത്ത് വെച്ചുകൊണ്ട് ഇതിൻ്റെ ക്യാമറക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെക്കുകയാണ്. അപ്പോൾ അതിൽ കണ്ട് ഒഴിച്ച് കൊടുക്കുക. ഇവിടെ പെട്ടെന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് അതിൻ്റെ മേലൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതാണ്. പെട്ടെന്ന് തന്നെ മൂടി വെക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ പിന്നെ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പാവക്ക കിച്ചടി ഇവിടെ റെഡി ആക്കണേ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സദ്യക്ക് നല്ല ടേസ്റ്റാണ് ഈ കാരം. ചിലവിലൊന്നും ഉണ്ടാക്കൂലേ കയ്പ്പങ്ങ, കയ്പ്പ് വിചാരിച്ചിട്ട്. അപ്പോൾ കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. കയ്പ്പങ്ങ എങ്ങനെയെങ്കിലും ആയിട്ട് നമ്മൾ വയറ്റിലാക്കാൻ നോക്കുക. കയ്പ്പങ്ങൻ്റെ അത്ര നല്ല പച്ചക്കറി ഇല്ല കേട്ടോ. കയ്പ്പങ്ങയാണ് ഏറ്റവും പച്ചക്കറിയിൽ മുന്തിയത്. കയ്പ്പങ്ങ പിന്നെ ക്യാരറ്റ് അതൊക്കെയാണ് ഏറ്റവും നല്ല വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.